അണ്ഡാശയത്തിലുള്ള എഗ്ഗ് നേരത്തെ തന്നെ എടുത്തിട്ട് നമ്മളുടെ ലാബോറട്ടറിയിൽ അതിനെ ഫ്രീസ് ചെയ്ത് വെക്കും. ഇപ്പോൾ ഈവൻ കല്യാണം കഴിച്ച പേഷ്യൻസ് ആണെങ്കിൽ ഇപ്പോൾ കുട്ടികൾ വേണ്ടാന്നുണ്ടെങ്കിൽ എഗ്ഗ് എടുത്തിട്ട് നമ്മൾ അതിനെ കുട്ടിയാക്കിയിട്ട് ആ കുട്ടീനെ നമ്മൾ നമ്മുടെ ലാബോറട്ടറിയിൽ ഫ്രീസ് ചെയ്ത് വെക്കും. എന്നിട്ട് എപ്പോഴാണ് ഇവർക്ക് പ്രഗ്നൻസി വേണ്ടത് ആ സമയത്ത് ഗർഭപാത്രത്തിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ സയൻസ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയി ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ ഈ ഒരു ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്. കാരണം എൻഡോമെട്രിയോസ് യങ്ങർ ഏജിലുള്ള പേഷ്യൻസിന് നമ്മൾ ട്രീറ്റ് ചെയ്താലും പെട്ടെന്ന് റിക്കർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ഓപ്ഷനിലേക്ക് പോകുന്നത്, എഗ്ഗ് എടുത്തിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കാനായിട്ട്. കാരണം വെച്ചാൽ പിന്നീട് ഇപ്പോൾ ഒന്നാമതിപ്പം കുട്ടികളിൽ കല്യാണം കഴിക്കുന്നതൊക്കെ വളരെ ലേറ്റ് ആയിട്ടാണ്. അതുകൊണ്ടും ഈ എൻഡോമെട്രിയോസ് പിന്നെ കൂടുതൽ ചാൻസ് വരാനുള്ള കൂടുതൽ ചാൻസ് ഉണ്ട്. കല്യാണം പ്രഗ്നൻസി ലേറ്റ് ആവുന്നത്. കാരണം ഈ പ്രഗ്നൻസി ആണ് ഇതിൻ്റെ ഒരു ക്യൂർ. ആക്ച്വലി എൻഡോമെട്രിയോസിൻ്റെ ഒരു ക്യൂർ പ്രഗ്നൻസി വന്നു കഴിയുമ്പോൾ പിന്നെ എൻഡോമെട്രിയോസ് വരാനുള്ള ചാൻസ് ഒന്നും കൂടെ കുറയും പ്രഗ്നൻസിയും ലാക്ടേഷനും ഒക്കെ കഴിയുമ്പോൾ.